ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ജോലി എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് നമ്മുടെ കൂടെയുള്ളത്. അത് PSC, SSC, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് +2 കഴിഞ്ഞൊക്കെ കൂടെയും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറി പറ്റണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. PSCക്ക് ഇത്രയധികം വേക്കൻസികൾ കുറവാണ്. SSCക്കും അതുപോലെയാണ്. വലിയ വലിയ എൻട്രൻസ് എക്സാമുകൾ, അതായത് ആ ടെസ്റ്റുകളുണ്ട്, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ട്, പല പ്രിലിംസ്, മെയിൻസ് അല്ലെ. അപ്പോൾ ഈ ഒരു സമയത്ത് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ജോലി കിട്ടാൻ ഏതൊക്കെ വേക്കൻസികൾ ഉണ്ട് എന്ന് തപ്പി നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഒക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. 2025 തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വേക്കൻസികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ചില പോസ്റ്റുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. നമുക്കറിയാം, സാധാരണ ഒരു ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് അതിലേക്ക് ഒരു എക്സാം ഉണ്ടാവും, പ്രിലിംസ് ഉണ്ടാകും, അതിൽ നിന്ന് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു മെയിൻസ് എക്സാം ഉണ്ടാകും. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് ജോബുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിത്തൗട്ട് എനി എക്സാം ഡയറക്റ്റ് ഹയറിംഗ് ആണ്. അപ്പോൾ പരീക്ഷകളുടെ ഭാരമില്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ജോബിൽ കയറി പറ്റാൻ കഴിയുന്ന ചില ജോബ് വേക്കൻസികൾ 2025 റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് തന്നെ നോക്കാം. ഇതെല്ലാം ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ജോബുകളാണ്. അല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കേരള PSC ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വലിയ പോസ്റ്റുകൾ പറയാനില്ല. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ജോലികൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി ഗ്രാജുവേറ്റ്സ് തന്നെയാണ്. ചിലർക്ക് ചില അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് കൂടി വരുന്നുണ്ട്. നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഇതിന്റെ കംപ്ലീറ്റ് ഫയൽ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് PSU ജോബ്സ് ആണ്. അത് നോക്കുന്നത് ഗേറ്റിന്റെ സ്കോർ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് സാലറി 60,000 വരെ പെർ മന്ത് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് NATSഉം NAPSഉം വിളിക്കുന്ന ഗവൺമെന്റ് അപ്രന്റീസ്ഷിപ്പുകളാണ്. എനി ഗ്രാജുവേഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതും സെപ്റ്റംബറിൽ വിളിക്കുന്നുണ്ട്. 6 മുതൽ 12 മാസം വരെയുള്ള ഇതാണ്. ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന റെയിൽവേ, DRDO, ISRO, ബെയിൽ തുടങ്ങിയ സ്ഥാനങ്ങളാണ്. അതുപോലെ ഗവൺമെന്റ് ബാങ്ക് ജോബ്സ്, ക്ലർക്ക് ലെവലിൽ IBPS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിക്കുന്നുണ്ട്. അതിലും ഈ എക്സാംസ് സം കാറ്റഗറിയിൽ മാൻഡേറ്ററി അല്ല. 40,000 രൂപ വരെ നിങ്ങൾക്ക് മാസം ലഭിക്കും. അതുപോലെ ഗവൺമെന്റ് മിനിസ്ട്രീസിലേക്കുള്ള സ്റ്റാഫ് പ്രോജക്ട് ബേസ്ഡ് റോൾസിലേക്ക് എടുക്കുന്നതാണ്. 35,000 രൂപ വരെയുള്ള സാലറിയാണ്. പ്രധാനമായും ചൈൽഡ് ഡെവലപ്മെന്റും അതുപോലെ വുമൻ ഡെവലപ്മെന്റും ഒക്കെയാണ്. അതും എനി ഗ്രാജുവേഷൻ ലെവലിലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാം. അതുപോലെ ടെക്നീഷ്യൻസ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ഫോർ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് ടെക്നീഷ്യൻസ്, അതും നോ എക്സാം ആണ്. 30,000 രൂപ വരെ ലഭിക്കുന്ന ജോലി സാധ്യതയാണ്. ഗവൺമെന്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് പ്രോജക്ട്സ്, അതായത് നോൺ ക്ലിനിക്കൽ റോളിലേക്കുള്ള മറ്റേ ഇതാണ്. ജൂനിയർ അസിസ്റ്റന്റ് ക്ലർക്സ് ഇൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലർക്സ്, ടൈപ്പിസ്റ്റ്, ജൂനിയർ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ പ്യൂർലി ബേസ്ഡ് ഓൺ അക്കാദമിക് റെക്കോർഡ്സ് ആണ്. നോ എക്സാം എന്നുകൂടി മനസ്സിലാക്കുക. ബട്ട് ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് നിങ്ങൾക്ക് വേണം. 35,000 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടും എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ്, ഇനി അല്ലാതെ നമ്മുടെ കേരളത്തിലല്ല, അല്ലാതെ തരത്തിലുള്ള സ്റ്റേറ്റ് വൈസ് കുറച്ച് വേക്കൻസികളാണ്. അതുപോലെ ഡിജിറ്റൽ ഇന്ത്യ, സ്കിൽ ഇന്ത്യ പ്രോജക്ട്സിലേക്ക് അവർ ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് GDS ലെവലിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് പോസ്റ്റുകൾ വേറെയുമുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് PDF നിങ്ങൾക്ക് തരാം. ഇത് ജസ്റ്റ് നിങ്ങളിലേക്ക് മുന്നിലേക്ക് ഒരു ധാരണ ഉണ്ടാക്കലാണ്. വേണ്ടവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.